ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മളെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ഇത് വൈത്തിരി പഞ്ചായത്തിൻ്റെ വയനാട്ടിലെ വൈത്തിരി പഞ്ചായത്തിലാണ് ഉള്ളത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെയൊക്കെ വേസ്റ്റുകൾ കൊണ്ടുപോയി നിറച്ചിട്ട് ഈ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി നിറച്ചിട്ട് അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ഉണ്ടോ, കുറേ പേരുണ്ട് ഇവിടെ. എല്ലാവരും കൂടെ വന്നിട്ട് അത് ക്ലീൻ ചെയ്ത് മാറ്റുകയാണ്. എല്ലാ വേസ്റ്റുകളും അവർ ഇവിടുന്ന് എല്ലാം എടുത്തുകൊണ്ടാണ്. ഒരുപാട് പേരുണ്ട്. ഇത് വൈത്തിരി പഞ്ചായത്തിലാണ് ഇത് സംഭവം നടത്തുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലുള്ള സംരംഭങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ നാടും നമ്മളെ പ്രകൃതിയൊക്കെ നന്നാവും. കണ്ടാവും, നിരവധി ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വൈത്തിരി പഞ്ചായത്തിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വൈത്തിരി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഉണ്ട് നമ്മളെ കൂടെ. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പ്രസിഡന്റ്, എന്താണ് സംഭവം? ഇതെന്താണ് ഇങ്ങനെ ഈ വേസ്റ്റൊക്കെ എടുക്കുന്നതിൻ്റെ സംഭവം? എന്താ ഇത്? എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ആണോ സംഭവം? പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാലിന്യമുക്ത കേരളം എന്ന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ അത് പഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് കുറച്ച് മാസങ്ങളോളമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ നമ്മൾ ക്ലീൻ ഡ്രൈവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വൈത്തിരി ഒരു സുന്ദരമായ രീതിയിലുള്ള സൗന്ദര്യമുള്ള ഒരു അന്തരീക്ഷമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ടൂറിസം ഹബ്ബായി പ്രവർത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ പറഞ്ഞതിൻ്റെ മാർച്ച് 30 ആകുമ്പോഴേക്ക് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചാൽ മാത്രമാണ് മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ നമ്മുടെ പഞ്ചായത്തിലേക്ക് കവാടത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള പൊതുപാലങ്ങളും പൊതുമതിലുകളും ബസ് സ്റ്റോപ്പുകളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ശുചിത്വത്തിൻ്റെ ഒരു മാലിന്യം എന്നതിനെ സംബന്ധിച്ചുള്ളൊരു പിക്ചറൊക്കെ ഇട്ടുകൊണ്ടുള്ള പെയിൻറ്റിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെയും 10-ാം തീയതി 11-ാം തീയതി ആയിട്ട് എല്ലാ ഘടക സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും പൊതു റോഡുകളും പൊതുസ്ഥാപനങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു തുടർ പ്രവർത്തനമാണ്. ഇന്ന് ഈ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ വേസ്റ്റ് ഇടുക എന്നുള്ളതല്ല നമ്മളെ ലക്ഷ്യം. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാടിനെ നല്ല ശുചിത്വമുള്ളൊരു നാടായി സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തുടർന്ന് മാർച്ച് 31-ാം തീയതി ആകുമ്പോഴേക്ക് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച് കഴിയുന്നതിനുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റുകൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള MCFും വോട്ടിൽ ബൂത്തുകളൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിലൂടെയും അതുപോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒട്ടേറെ ബോർഡുകളൊക്കെ തന്നെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് തയ്യാറായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലീൻ ഡ്രൈവോടുകൂടി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ എക്കിടി മുതൽ ചുണ്ടയിൽ വരെയുള്ള ഇരുവശങ്ങളും കാട് വെട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ തന്നെ പെറുക്കി വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ ഒരു 15-ാം തീയതി ആകുമ്പോഴേക്ക് നമ്മുടെ പ്രദേശത്ത് എല്ലാ സ്ഥലങ്ങളും ബോർഡുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ആളുകളെ ബോധവൽക്കരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആളുകളിൽ ബോധവൽക്കരണം ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് ഇത്തരമൊരു സുന്ദരമായ ഗ്രാമത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ടൂറിസ്റ്റുകൾക്ക് ഉൾപ്പെടെ കഴിയുള്ളൂ. അതിനായിട്ടുള്ളൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ തുടക്കമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ ഈ വൈത്തിരി പഞ്ചായത്തിലാണോ ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്, ഇങ്ങനെ ഒരു ക്ലീനിങ് മിഷൻ തുടങ്ങിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഇത് എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. എന്തായാലും വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ഈ ക്യാമ്പയിൻ സർക്കാരിന്റെ ഭാഗമായിക്കൊണ്ട് മാർച്ച് 30 എന്ന് പറയുന്ന ദിവസത്തേക്ക് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് സർക്കാരിന്റെ പ്രത്യേക ഓർഡറുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് വൈത്തിരി പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ എല്ലാ നമ്മളെ ഈ നാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കട്ടെ. അപ്പോൾ ഈ വേസ്റ്റുകളെല്ലാം നമ്മളെ നാട്ടിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഈ വേസ്റ്റുകളൊക്കെ പരമാവധി അവരിതൊക്കെ കൊണ്ടുവരുന്ന വേസ്റ്റുകൾ അവർ തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ട് അവർ സംസ്കരിക്കാനുള്ളൊരു പരിപാടി ചെയ്യണം. ഈ റോഡിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ വൈത്തിരി പഞ്ചായത്തിനൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓക്കെ, ബായ്.